ഹായ്, എൻ്റെ പേര് അതുല്യ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോയി വർക്ക് ചെയ്തുകൂടാ എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നത്. അങ്ങനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോകുന്നത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിജുചേട്ടൻ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹെയർ ആൻഡ് കെയർ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു റീസൺ ബിജുചേട്ടൻ എൻ്റെ റിലേറ്റീവാണ്. പിന്നെ ഞങ്ങൾ ഹെയർ ആൻഡ് കെയറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ തന്ന സപ്പോർട്ടും അതേപോലെ അവരുടെ ഓരോ വാക്കും ഞങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും നിത, സിയ, ഞങ്ങൾ ഒരുമിച്ചാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഒരുമിച്ച് ജർമ്മനി പോയി വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബിജുചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഹെയർ ആൻഡ് കെയർ എന്തുകൊണ്ടും ട്രസ്റ്റബിളായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 3 ആളും അവിടെ തന്നെ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി. അതിനിടയിൽ ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരൊരു പ്രിപ്പറേഷൻ ക്ലാസ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. ഹലോ, എൻ്റെ പേര് വിനോദ്. ഞാൻ അതുല്യൻ്റെ ഫാദറാണ്. പിന്നെ ഞങ്ങൾ മോളിൻ്റെ +2 കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ മോളിനെ എന്തിനു വിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങളിതിനെക്കുറിച്ചൊരു പഠനങ്ങളും കാര്യങ്ങളും നടത്തിയ സമയത്ത് ബിജു ആ സമയത്താണ് നാട്ടിൽ വന്നത്. അങ്ങനെ ബിജു ഞങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ബിജു പറഞ്ഞു, വളരെ നല്ലൊരു ചാൻസുള്ള ഒരു സമയമാണിപ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് മോളിൽ വിടാൻ താല്പര്യമെങ്കിൽ വിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മോള് ഭാഷ പഠിക്കാൻ വേണ്ടി പോയി, ഭാഷ പഠിച്ച് പാസ്സായി. അതിനുശേഷം ബിജുവായിട്ട് വീണ്ടും നമ്മൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബിജു പറഞ്ഞത്, ഇങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഉപദേശമായി തന്നു. ആ ഒരു ഉപദേശപ്രകാരമാണ് നമ്മൾ ബാക്കിയെല്ലാം അവരുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. അതിനോടനുബന്ധമായി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. ആ ഫോളോ അപ്പ് ചെയ്തതിനോട് വളരെ വൃത്തിയായിട്ട് എന്തൊരു ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവർ ഫോൺ എടുക്കാറുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ആ പറഞ്ഞതിന് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും എത്തിയതും. ഇപ്പോൾ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടായി. ഞങ്ങൾ മോള് നാളെ 10 മണിക്ക് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോവുകയാണ്. അതിനൊരു അനുഗ്രഹം എപ്പോഴും അവർക്ക് ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങൾ 3 ആളും ജർമ്മനിയിലോട്ട് പോകാൻ പോവാണ്. ഞങ്ങൾക്ക് 3 ആൾക്കും ഒരുമിച്ച് പോകാനൊരു അവസരം ഒരുക്കി തന്ന ഹെയർ ആൻഡ് കെയറിനോട് ഞാൻ നന്ദി പറയുന്നു. ആൻഡ് റിയലി ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ഹെയർ ആൻഡ് കെയർ.